ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടകം സ്പെഷ്യൽ ഒരു ജീരകക്കഞ്ഞിയുടെ റെസിപ്പിയുമായാണ്. അതിനായി ഒരു പാത്രമെടുത്ത് 1.5 കപ്പ് അരി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ജീരകക്കഞ്ഞി ഉണ്ടാക്കാനായി ഏത് അരിയും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ എടുക്കുന്നത് ഉണക്കലരിയാണ്. ഇത് നന്നായി വാഷ് ചെയ്തെടുക്കാം. അതിനായി ഒരു കുക്കർ എടുത്ത് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് കുക്കർ മൂടി വയ്ക്കാം. 4 വിസിൽ വരെ ആവശ്യമുണ്ട്. ഇതിലേക്ക് ഒരു തേങ്ങയുടെ മുറി ചിരകി വെച്ചിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാർ എടുത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, രണ്ട് ചെറിയുള്ളിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കാം. കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ജീരകക്കഞ്ഞിൻ്റെ അരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം കുറവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നന്നായി തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നെയ്യിൽ കുറച്ച് ചെറിയുള്ളി വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ രുചികരമായ ജീരകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.